ഞാൻ അനുവിനൊരു ചലഞ്ച് തരികയാണ്. അത് ഏറ്റെടുക്കാൻ റെഡിയാണോ? ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് പാടിത്തരും. അതൊന്ന് മാറ്റിയിട്ടൊന്ന് ഗിറ്റാർ കൊണ്ട് അതൊന്ന് സെറ്റ് ചെയ്ത് തരാമോ? പാടട്ടെ. നിന്റെ ഓർമ്മയിൽ ഒരു മഞ്ഞ മന്ദാരമേ. അറിഞ്ഞില്ല ഉണ്ണി ഇത്ര നന്നായിട്ട് പാടുന്ന അറിഞ്ഞില്ല. സൗണ്ട് നല്ലതാണെന്ന് മ്യൂസിക്കായി ബന്ധപ്പെട്ട ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ? ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. ഷെഫിക്ക് സോങ് ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ തന്നെ വരി എഴുതാൻ വേറെ ആളെ ഏൽപ്പിച്ചിട്ട് അവസാന നിമിഷത്തിൽ അയാളെ കൊണ്ട് പറ്റാതെ വന്നപ്പോൾ ഞാൻ ഇരുന്ന് എഴുതേണ്ടി വന്നു. ലിറിക്സിസ്റ്റ് ആണ്, സിംഗർ ആണ്, മ്യൂസിക് കമ്പോസർ ആണ്, എല്ലാം എല്ലാം ഉണ്ട്. അറിയാതെ പറയാതെ ഇരുകോണിൽ കഴിയല്ലേ. വർക്കിന്റെ, എന്റെ ശബ്ദത്തിന്റെ, എന്റെ പാട്ടിന്റെ ഒക്കെ പോരായ്മകളും നല്ല വശങ്ങളും എനിക്കറിയാം. ജൂൺ പോനാൽ ജൂലൈ കാറ്റേ കൺ പാർത്താൽ കാതൽ കാറ്റേ. സാധകമൊക്കെ ചെയ്യാറുണ്ട്. ഒന്നുമില്ല, ആ സാധനം എന്താന്ന് പോലും എനിക്കറിയത്തില്ല. ഇൻസ്പിറേഷൻ തന്നെയാണ്. അതെ അതെ. എന്നുവെച്ചാൽ ഇങ്ങനെ സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന ആളല്ല. അതെ അതെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊരു കണ്ടന്റ് ആയിട്ട് കൊണ്ടുപോകാം. ഒരാളുടെ പാട്ടെടുത്തിട്ട് അതിനകത്തുള്ള പോരായ്മകൾ മാറ്റി അതൊരു താളത്തിലൊക്കെ ആക്കി ശ്രുതിയിലൊക്കെ ചേർത്തിട്ട് അതിനോട് ഗിറ്റാർ വായിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിലെ കോരിയെടുക്കാം. ഇതിനകത്ത് നമ്മൾ പാട്ട് തിരഞ്ഞെടുക്കുന്നത് ഭയങ്കര ഒരു കാര്യമാണ്. അതെ. ഇത് അത് നോക്കുമ്പോൾ എനിക്ക് ഗിറ്റാർ വായിച്ച് തന്നാൽ മാത്രം മതി, കൊടുത്താൽ മാത്രം മതി. പക്ഷെ അത് എനിക്ക് കിട്ടുന്നൊരു സന്തോഷം ഭയങ്കര. സ്കൂൾ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴോ അങ്ങനെ ഗിറ്റാറോ മ്യൂസിക്കുമായിട്ട് ബന്ധമില്ലാത്ത ആളായിരുന്നു. മാനാ ജാൻ ഹൈ തു മേരി വാസ്തേ മാനാ ജാൻ ഹൂ मैं तेरी वास्ते. പാട്ടിലേക്ക് ആരും സിനിമയിൽ ആരെങ്കിലും വിളിച്ചു? എനിക്ക് പാട്ട് നന്നായിട്ട് ഈ സൗണ്ട് നല്ലതായതുകൊണ്ട് അപ്പൊ പാട്ടിനും കൂടി ഭയങ്കര ബെറ്റർ ആയിരിക്കും തോന്നുന്നു. പാട്ട് കൂടി പാടാൻ സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്യാത്ത അല്ലെങ്കിൽ കൂടി വേറെ ആളുടെ മ്യൂസിക് കമ്പോസിഷനില് ഞാൻ ചെയ്യുന്ന വർക്കിലെല്ലാം കൂടുതൽ ഞാൻ തന്നെ പാടിയിട്ടുള്ളത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ചില പാട്ടുകൾ ചെയ്ത് കമ്പോസ് ചെയ്ത് വരുമ്പോഴത്തേക്കിന് ചെയ്ത് പാടി അതിൻ്റെ ഫൈനൽ ഔട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് അതിൻ്റെ ഡയറക്ടർക്ക് ഇത് മതി എന്നുള്ളൊരു ഓപ്ഷൻ വരും. ഇത് മതി, വേറെ ആരെയും കൊണ്ട് പാടിപ്പിക്കേണ്ട എന്ന് വരും. അപ്പം ഷെഫിക്ക് സോങ് ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ തന്നെ വരി എഴുതാൻ വേറെ ആളെ ഏൽപ്പിച്ചിട്ട് അവസാന നിമിഷത്തിൽ അയാളെ കൊണ്ട് പറ്റാതെ വന്നപ്പോൾ ഞാൻ ഇരുന്ന് എഴുതേണ്ടി വന്ന് പിന്നീട് അത് കമ്പോസ് ചെയ്തു പ്രോഗ്രാമിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം വേറെ ആളെ കൊണ്ട് പാടിപ്പിക്കാതിരുന്നിട്ട് അയാൾക്ക് സമയമില്ലാതെ വന്നപ്പോഴത്തേക്കും ഞാൻ തന്നെ പാടി കൊടുത്ത് അതിൻ്റെ മിക്സിംഗ് എല്ലാം കഴിഞ്ഞ് കൊടുത്തതിന് ശേഷം ഡയറക്ടറിന് പറഞ്ഞു ഇത് ഫൈനലാക്കിക്കോ, വേറെ ആളെ കൊണ്ട് പാടണ്ട. ലിറിക്സിസ്റ്റ് ആണ്, സിംഗർ ആണ്, മ്യൂസിക് കമ്പോസർ ആണ്, എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ചെയ്യുന്ന പടത്തിലായാലും അങ്ങനെയാണ്. എന്തായാലും പാടാനൊരു ഓഫർ വന്നപ്പോ തീർച്ചയായിട്ടും പാടാൻ സൗണ്ട് നല്ലതാണെന്ന് മ്യൂസിക്കായി ബന്ധപ്പെട്ട ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ? ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സൗണ്ട് ഇഷ്ടമുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. അതിലുപരി നമ്മൾ തന്നെ നമ്മളെ ഒന്ന് ഇത് ചെയ്യണമല്ലോ. നമ്മുടെ പാട്ട് എങ്ങനെയുണ്ട്, നമ്മൾ പാടുക, നമ്മുടെ ശബ്ദം എങ്ങനെയുണ്ട്, എന്തൊക്കെ പോരായ്മകളുണ്ട്. അപ്പോൾ അതെല്ലാം എൻ്റെ വർക്കിൻ്റെ, എൻ്റെ ശബ്ദത്തിൻ്റെ, എൻ്റെ പാട്ടിൻ്റെ ഒക്കെ പോരായ്മകളും നല്ല വശങ്ങളും എനിക്കറിയാം. അതെല്ലാം ഒരു തരത്തിൽ തൂക്കി വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. എങ്കിലും ഒരു ചെറിയ പോരായ്മകളുണ്ടെങ്കിൽ പോലും നമുക്കത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സുഖമല്ലോ. ഒന്നുകൂടെ സാധകമൊക്കെ ചെയ്യാറുണ്ട്. ഒന്നുമില്ല, ആ സാധനം എന്താന്ന് പോലും എനിക്കറിയത്തില്ല. വെള്ളത്തിന്റെ അവിടെ പോയി ഇങ്ങനെ കഴിച്ചുവിട്ട് വെള്ളത്തിൽ നിന്നിട്ട് ഇല്ല, നീന്തലും അറിയത്തില്ല. നീന്തൽ അറിയാൻ നീ അതെങ്കിലും ചെയ്യരുത്. അങ്ങനെയല്ല, സാധകമൊന്നും ചെയ്യാറില്ല. അല്ല, സൗണ്ട് സെറ്റ് ആക്കാൻ വേണ്ടി പാടുമ്പോഴേ അങ്ങനെയൊക്കെ ഒന്നുമില്ല. അപ്പൊ സാധകം ചെയ്യാതെയും നമുക്ക് പാട്ട് പാടാം. അതാണ് ഇതിനകത്ത് എനിക്ക് മനസ്സിലായത്. നമുക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണിത് ശരിക്കും. തീർച്ചയായിട്ടും. ഇങ്ങനെ പാടാൻ കുറച്ചൊക്കെ പാടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, കഷ്ടപ്പെടാൻ വയ്യാത്ത, എന്നാൽ കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആവണമെന്ന് തോന്നുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അവർക്കൊരു റിയലി പറഞ്ഞൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. എന്നുവെച്ചാൽ ഇങ്ങനെ സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന ആളല്ല. അതെ അതെ. ഒരു രീതിയിൽ ഒരുപാട് പേർക്ക് ഗിറ്റാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് കയ്യിലുണ്ടായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് ഞാൻ പ്രോഗ്രാമിങ് ചെയ്യും, പാട്ടുകളൊക്കെ ചെയ്യും.
അപ്പം ഇപ്പോൾ തന്നെ ഫീൽഡിൽ അതായത് റീൽസിലൊക്കെ ഒരുപാട് പാട്ടുകൾ ഇതുപോലെ പാട്ടുകൾ എടുത്തിട്ട് റീമിക്സ് ചെയ്യുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഞാനും ഒരാൾ ചെയ്തു വെച്ചിരിക്കുന്ന സാധനത്തിന് പുറകെ ഞാനും പോയിട്ട് പിന്നെ കാര്യമില്ല, ആരും എന്നെ ശ്രദ്ധിക്കത്തില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഗിറ്റാർ വെച്ചിട്ട്, ഈ ഗിറ്റാർ എനിക്ക് ആ സമയത്താണ് അഞ്ചു എനിക്ക് ഗിഫ്റ്റ് തരുന്നത്. ഗിഫ്റ്റ് തന്നെയാണ് അപ്പോൾ തരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനതെടുത്ത് വെച്ചിട്ട് എന്നാൽ ഫസ്റ്റ് കാണുന്ന വീഡിയോ ജാൻമണിയുടെ വീഡിയോ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അത് നല്ല റീച്ചായി. പിന്നെ അതിനുശേഷം വീണ്ടും ഒരു പാട്ട് കൂടെ ഞാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് അലൻ ജോസ് പെരേരയുടെ ഇത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിനു മുമ്പ് ഒരുപാട് പേരുടെ പാട്ട് എടുത്ത് വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കമ്പോസിങ് ചെയ്തിട്ട് ഇതുപോലെ ഗിറ്റാർ വായിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല റീച്ചായി തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു കണ്ടന്റായിട്ട് കൊണ്ടുപോകാം. അതായത് ഒരുപാട് അത്യാവശ്യം റീമിക്സിനൊന്നും ആവശ്യമില്ല. ഒരാളുടെ പാട്ടെടുത്തിട്ട് അതിനകത്തുള്ള പോരായ്മകൾ മാറ്റി അതൊരു താളത്തിലൊക്കെ ആക്കി ശ്രുതിയിലൊക്കെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ ഗിറ്റാർ വായിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല നിറവുണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് ഞാനൊരു കണ്ടന്റായിട്ട് കൊണ്ടുപോകാം. ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. വലിയ വലിയ റീമിക്സുകൾ ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര്, പക്ഷേ ഇതൊരു സിമ്പിളാണ്, സംഭവം നന്നായിട്ടുണ്ട്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ എന്നാൽ പിന്നെ ചോദിച്ചാൽ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് അവസാന ഘട്ടത്തിലാണ് ജാൻമണി പിന്നെ നമ്മുടെ ഈ അലൻ ജോസ് പെരേരയും വരുന്നത്. അത് രണ്ടും ഭയങ്കരമായിട്ട് റീച്ചിലെത്തി. അലൻ ജോസ് പെരേരയുടെ നല്ല ട്രെൻഡിങ് ആയി. അപ്പം അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ ഒരു സാധ്യത ഒരു ഗിറ്റാർ കൊണ്ട് ഇങ്ങനെയൊക്കെ ഞെട്ടിക്കാൻ പറ്റുമല്ലോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സന്തോഷമായി. മഞ്ജു ചേച്ചിയുടെ പാട്ട് ജൂൺ പോനാൽ ജൂലൈ കാറ്റ് അത് ലാസ്റ്റ് ചെയ്തേക്കുന്നത്. ജൂൺ പോനാൽ ജൂലൈ കാറ്റേ കൺ പാർത്താൽ കാതൽ കാറ്റേ പൂ പൂത്താൽ തേൻ വരുമേ കണ്ണാത്താൽ തീ വരുമേ. അതും അങ്ങനെ കുറെ പേരുടെ പാട്ടുകളൊക്കെ വിജയ് പാടിയ പാട്ട്. എനിക്ക് വിജയുടെ ഭയങ്കര ഇഷ്ടമായി. വിജയ് നന്നായിട്ട് പാടുന്നുണ്ട്. അതെ, ഹാഷിറിന്റെ പാട്ട്, അങ്ങനെ ഓരോന്ന് അത് ഹാഷിറിന്റെ പാട്ട് പിന്നെ കോമഡിയായിരുന്നു. ഇതിനകത്ത് നമ്മൾ പാട്ട് തിരഞ്ഞെടുക്കുന്നത് ഭയങ്കര ഒരു കാര്യമാണ്. അപ്പൊ ഇത് എനിക്ക് ഇങ്ങനെ വൈഫൈയിൽ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ഒത്തിരി മെസ്സേജ് വരും. ഇപ്പം നേരത്തെ കണ്ടുപിടിക്കണമായിരുന്നു, എവിടെ പോയെങ്കിലും പോയി ഇങ്ങനെ കോമഡി കണ്ടന്റ് വരാൻ സാധ്യതയുള്ള ആരെങ്കിലും പാടിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചിട്ട് അതെടുത്ത് വെച്ച് കൊണ്ടുവന്ന് വേണം ചെയ്യണം. ഇപ്പം പിന്നെ അങ്ങനെ പാട് വേണ്ട, ഇപ്പം മെസ്സേജ് എടുത്ത് നോക്കിയാൽ മതി, അതിനകത്തെല്ലാം കോമഡി അയക്കുന്നുണ്ട്, ഒരുപാട് പേർ കിടപ്പുണ്ട്. അപ്പം ഞാൻ തരാം. അതുകൊണ്ട് വേറെ ആരെങ്കിലും പാടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഇത് എടുക്കുകയോ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ വെച്ചു ഞാൻ ഈ തെറ്റിതിരുത്തി കൊടുക്കുന്ന ആസ്ഥാന ഗിറ്റാറിസ്റ്റ് ആയോ അങ്ങനെ ഒരു അതെ. അപ്പോൾ ഒരുപാട് പേര് അവർ ഈ സോങ് മാത്രം, അതായത് ഇൻസ്ട്രുമെന്റ് ഒന്നും ഇല്ലാതെ പാടുന്ന പാട്ടുകളെ കൊണ്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇങ്ങനെ പാട്ടുകൾ ആരെങ്കിലും പാടിയ പാട്ടുകൾ അയച്ചു തരുന്നുണ്ട്. അപ്പൊ കൂടുതലും ഇൻസ്റ്റയില് നോക്കി എല്ലാം പാട്ട് പാടുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരുപാടുണ്ടല്ലേ ഇപ്പൊ ഇത് മ്യൂസിക് ചെയ്യാനാണ്, ഗിറ്റാർ വായിക്കാനാണ്. അതായത് ഇൻസ്ട്രുമെന്റ് ഒന്നും ഇല്ലാതെ ചില ആൾക്കാർ നല്ല ഭംഗിയായിട്ട് പാടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ ഭംഗിയായിട്ട് പാടുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. തെറ്റിച്ച് പാടുന്നവർക്കാണ് ആരും ഇല്ലാത്തത്. കുറച്ച് പാടാൻ ആഗ്രഹമുണ്ട്, പിന്നെ കുറെ നാളുകൾ പാടിയിട്ട് മറന്നുപോയവര് എന്നെ പോലെയൊക്കെയുള്ള അല്ലേ, അങ്ങനെയൊക്കെയുള്ളവർക്കാണ് പാടി ചെയ്തു കൊടുക്കേണ്ടത്. അതെ, അപ്പോൾ പാട്ട് പാടാൻ കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പൊ ഞാൻ വെച്ചാൽ ഈ കോൺഫിഡൻസ് ഇല്ലാത്ത അവർക്ക് വേണ്ടി ഒരു സംഗീത സംവിധാനമാവാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അത് ഗിറ്റാറൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ ചെയ്യുന്നത്. അതൊരു ഭയങ്കര വെറൈറ്റിയാണ്. അത് മാത്രല്ല എല്ലാവർക്കും അത് ഭയങ്കര സന്തോഷമാണ്. അതെ, ഒന്നും ആകാത്തവർക്ക് ഒരു സന്തോഷമാണ്. അതെ, അതിനകത്ത് യഥാർത്ഥത്തിൽ ഒന്നും ഇല്ല. പക്ഷെ നിസ്സാര ഒരു കാര്യം, എനിക്ക് അവർ നോക്കുമ്പോൾ എനിക്ക് ഗിറ്റാർ വായിച്ചു തന്നാൽ മാത്രം മതി, കൊടുത്താൽ മാത്രം മതി. പക്ഷെ അത് എനിക്ക് ഇടുന്നൊരു സന്തോഷം ഭയങ്കര, അതിനകത്ത് അവർക്ക് ഇടുന്ന അതിൻ്റെ ഡബിൾ സന്തോഷം. അപ്പോൾ അങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യാനും അത് പറ്റിയത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്തെങ്കിലും ഒരു വെറൈറ്റി കണ്ടന്റിന് സാധ്യതയുള്ളൂ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇങ്ങനെ എൻ്റെ കയ്യിലുള്ള കാര്യം കൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഒത്തിരി പണ്ടുകൊണ്ട് സുഹൃത്തുക്കൾ എല്ലാവരും ചെയ്ത് കുറേ കണ്ടന്റ് വീഡിയോകളൊക്കെ ചെയ്ത് പറ്റി നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് പോയില്ല. അവസാനം മ്യൂസിക് തന്നെയാണ്. അതെ അതെ അതെ, അങ്ങനെ എന്തായാലും അത് കാര്യമായി. ഈ ഗിറ്റാർ ഇല്ലാതെ എത്ര ദിവസം ജീവിക്കാൻ പറ്റും? ഇപ്പൊ പറ്റാത്ത അവസ്ഥയായി. നേരം വെളുക്കുക, ഗിറ്റാർ എടുക്കുക, ഇങ്ങനെ കണ്ടന്റുകൾ അല്ലെങ്കിൽ വീഡിയോസ് നോക്കുക, ചെയ്യുക, ആരെങ്കിലും അയച്ചു തന്നിട്ടുള്ളത് എല്ലായിടത്തും നോക്കുക, അതിനകത്ത് ഏതാണ് നല്ലത്, അത്യാവശ്യം എല്ലാവരും ചിരിപ്പിക്കുകയും ചെയ്യണം, ചിന്തിപ്പിക്കുകയും ചെയ്യണം, ആസ്വദിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളത് നോക്കി ചെയ്യുക. ഗിറ്റാറും കൊണ്ടാണോ എല്ലാ സ്ഥലത്തും പോകുന്നത്?
തീർച്ചയായിട്ടും അത് ഇതെപ്പോഴും വണ്ടിക്കകത്ത് കാരണത്ത് കാണും. കാരണത്ത് വൈഫിന് എന്നും പാട്ട് കേട്ട് ഉറങ്ങാം അല്ലേ? അതൊരു ഭാഗ്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഗിറ്റാറിസ്റ്റിനെ. അല്ല ഇങ്ങനെ കോളേജ് കുട്ടികളുടെ ഒക്കെ ഒരു ക്രഷാണല്ലോ ആരെങ്കിലും ഗിറ്റാറൊക്കെ വായിക്കുമ്പോ. എൻ്റെ ഒക്കെ കോളേജിൽ ഉണ്ടായിരുന്നു 1-2 പേര്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴോ അങ്ങനെ ഗിറ്റാറോ മ്യൂസിക്കുമായിട്ട് ബന്ധമില്ലാത്ത ആളായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ പഠിത്തം കഴിഞ്ഞതിന് ശേഷമാണ് ഏകദേശം ഈ ഒരു ഫീൽഡിലോട്ട് തന്നെ പൂർണ്ണമായിട്ട് ഇറങ്ങി തുടങ്ങിയത്. അതുവരെ ചെറുതായിട്ട് പാട്ട് പാടും. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ദേശഭക്തി ഗാനം, സംഘഗാനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർമാർ കൊണ്ടുപോകും എന്നുള്ള. അല്ലാതെ എനിക്ക് തെറ്റിച്ചു പാടുമായിരുന്നോ? ഇല്ലില്ല, അല്ല ഞാൻ അങ്ങനെ കേട്ടെ, ദേശഭക്തി അനക്ക് തെറ്റിച്ചു പാടുന്നു. ഇല്ല, ഇങ്ങനെ അന്ന് സ്കൂളിൽ നിന്ന് പോകുമായിരുന്നു എന്നുള്ള. അല്ലാതെ മറ്റേ ജില്ലാ കലോത്സവത്തിനൊക്കെ അല്ലേ ഞാനും പോവായിരുന്നു, ജില്ലയിലൊക്കെ ഉപജില്ലയിലൊക്കെ. എന്തായാലും കിട്ടുമായിരുന്നു. എന്നെ ആരും ഇന്റർവ്യൂ ചെയ്യാത്തോണ്ട് ഒന്നും പറയാൻ പറ്റിയിട്ടില്ല എനിക്കതാ. പക്ഷെ ഞാൻ നാടൻപാട്ട് പിന്നെ ഉപജില്ലയിലൊന്നും ഇല്ലായിരുന്നു. അന്നത്തെ വീഡിയോ എല്ലാം കിടപ്പുണ്ട് അന്നത്തെ ഇതില്. അപ്പം വെണ്ണില ചന്ദനക്കിണ്ണം എന്ന എന്റെ പാട്ടിന് കുറച്ചൊക്കെ സ്വരങ്ങളൊക്കെ തെറ്റിപ്പോവും. അതില് അനൂപി ഇവർ അതിന് സംഗീതം ഗിത്താർ വായിക്കാണ്. അപ്പൊ എന്റെ ജീവിതത്തെ കിട്ടിയൊരു ധന്യമാക്കുന്ന ഒരു നിമിഷമാണിത്. ഞാനൊന്ന് പാടാം. ഒന്നത് മ്യൂസിക് ചെയ്ത് തരുമോ? ഗിത്താർ വായിച്ചു തരാം. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ എന്നെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം, മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമേയുന്ന പുല്ലാനിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൻ പാദസരങ്ങൾ കേൾക്കാം, കുഞ്ഞി മഞ്ചാടി കുന്നിലേറാം. പിന്നിൽ വന്നു കണ്ണു പൊത്താം, കണ്ടുവെന്നു കള്ളം ചൊല്ലാം, കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം. ഓണവില്ലും കൈകളിലേന്തി ഊഞ്ഞാലാടാം, തീലി നീർത്തുന്ന കോലമയിലായി മുകിലോടുന്ന മേട്ടിലൊളിക്കാം, സ്വർണ്ണ മീനായി നീന്തി തുടിക്കാം, വഞ്ചിപ്പാട്ടിന്റെ വെണ്ണിലേറാം. അത് കേട്ടു പാസാക്കി. കൊല്ലത്താണോ വീട്? കൊല്ലത്ത് എവിടെയായിട്ട് വരും? കൊല്ലം ജില്ലയിലെ പത്തനംതിട്ട ബോർഡർ ഐവർകാല എന്ന് പറയും. ഐവർകാലയില വീട്. ഐവർകാല സ്വന്തം സ്ഥലം. പിന്നെ അവിടെയാണ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഞാൻ, വൈഫ്, അമ്മ, ചേച്ചി, ഫാമിലി എല്ലാവരും ഉണ്ട്. അവരൊക്കെ എങ്ങനെയാ ഈ എപ്പോഴും സംഗീതം ആസ്വദിക്കാൻ റെഡി ആയിട്ടുള്ളവരാണോ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മ്യൂസിക്കുമായിട്ട് അങ്ങനെ എന്താ എന്നെ മ്യൂസിക് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള പണ്ട് അല്ല ഒന്നുകൂടെ പറയാം. അങ്ങനെ പറഞ്ഞാൽ മ്യൂസീഷ്യൻ ആവണമെന്നുള്ള ആഗ്രഹമൊന്നും ആർക്കില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ നല്ലൊരു മ്യൂസീഷ്യൻ ആവണമെന്ന് ആഗ്രഹം വന്നു തുടങ്ങിയത് വൈഫുമായിട്ട് ചേർന്നിട്ടാണ്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടമായിരുന്ന സമയത്താണ് കൂടുതൽ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് താല്പര്യം വന്നു തുടങ്ങിയത്. അല്ലാതെ അങ്ങനെ ഫാമിലിയിലോ അവർക്കൊക്കെ പഠിക്കുക, ജോലി മേടിക്കുക, അല്ലെങ്കിൽ പുറത്തെന്തെങ്കിലും ജോലിക്കായിട്ട് പോകുക എന്നുള്ള. കൊല്ലംകാർ പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ, പഠിക്കുക, ജോലി വാങ്ങുക, സർക്കാർ ജോലി വാങ്ങുക എന്നുള്ള കൂട്ടത്തിലാണ്. സർക്കാർ ജോലിയൊന്നും മേടിക്കത്തില്ലെന്നറിയാം, എങ്കിലും ജോലിക്കായിട്ട് പുറത്തേക്ക് വല്ലതും പോവുക അങ്ങനെയുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്ത് ഞങ്ങൾ രണ്ടുപേരുടെ പടുത്തുയർത്തിയതാണ്. അല്ല ഒന്നുകൂടെ അതിനെയൊക്കെ തരണം ചെയ്ത് ഞങ്ങൾ രണ്ടുപേരുടെ കഷ്ടപ്പെട്ട് വന്നതാണ്. ഈ കൊല്ലത്ത് നിന്ന് വരുന്നൊരു കലാകാരനായോട് ചോദിക്കാം, കൊല്ലത്ത് മൊത്തം ചീത്ത പേരാണ്, അവിടുന്ന് എങ്ങനെയാണ് ഇങ്ങനെ വളർന്നു വന്നത്? അങ്ങനെയൊന്നുമില്ല. ഏറ്റവും കൂടുതൽ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന കലാകാരന്മാരെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള നാടാണ് കൊല്ലം. അപ്പൊ പിന്നെ കൊല്ലത്തെ കലാപരമായി പുറകെ നിർത്താൻ പറ്റത്തില്ല. പക്ഷെ സാഹോദര്യപരമായും സാമൂഹികപരമായും നോക്കുമ്പോൾ സ്നേഹം കുറച്ച് കുറവാണല്ലേ? അങ്ങനെയൊന്നുമില്ല. അതൊരു എന്നോ ഒരു ട്രോള് വന്നു, അതിനകത്ത് പിന്നെ പിടിച്ചു കയറി. എന്നല്ല ഉത്സവപ്പറവ് എല്ലാം അടിച്ചു കൊല്ലലാണ് അവിടെ എന്ന് പറഞ്ഞ രണ്ടാമത്തെ. ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു, എന്തോ പപ്പടത്തിന്റെ പേരിലൊരു അടി. കഴിഞ്ഞ ദിവസം ഞാൻ ആദ്യം കൊല്ലമായിരിക്കല്ലേ എന്ന് പറഞ്ഞിട്ടാ ഞാൻ എടുത്തത്. അല്ല, കൊല്ലത്തെ എല്ലാരും ഇങ്ങനെ പറയാറുണ്ടോ കൊല്ലംകാരന എന്ന് പറഞ്ഞിട്ട്? കൊല്ലംകാർക്കില്ലേ പ്രത്യേകിച്ച് ഇപ്പൊ അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടുണ്ട്. കൊല്ലംകാരൻ അത് അന്ന് തൊട്ട് സ്നേഹമില്ലാത്ത ആൾക്കാരാണ് എന്നെ ഒന്നും പറയരുത് ആൾക്കാര്. എന്നാലും ഇല്ല, അന്ന് തൊട്ട് ആ കുറെ വാർത്തകൾ കൊല്ലത്തിന് അങ്ങനെ ഒരു പേര് ദോഷം കൊടുത്തിട്ടുണ്ട് എന്നുള്ള. അല്ലാതെ അങ്ങനെയൊന്നും ഇല്ല. കൊല്ലത്തുള്ളവരൊക്കെ എല്ലാവരും ഭയങ്കര രസമാണ്. ഏറ്റവും കൂടുതൽ എന്താ കൂട്ടുകാരും ഒക്കെ ആയിട്ട് കറങ്ങി നടക്കുന്ന സ്ഥലം. അവിടെ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല.
ഒന്നോ രണ്ടോ മൂന്നോ പേര് അങ്ങനെ എന്തൊക്കെ കാണിച്ചെന്ന് വിചാരിച്ചിട്ട് കൊല്ലം മൊത്തം അങ്ങനെയൊന്നുമല്ല. കൊല്ലത്ത് വരാൻ സത്യം ഞാൻ പേടിയാവുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. ഇല്ല, ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ പേടിക്കേണ്ടി വരും. അതെ, ഞാൻ പക്ഷെ കണ്ണൂരാണ്. ഏകദേശം അങ്ങനെ നമ്മള് മുട്ടി നിൽക്കും. അത് വേറൊരു ദിവസം എനിക്ക് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളുള്ളതും കണ്ണൂരാ. അപ്പൊ അവർക്കറിയാം കണ്ണൂരും കൊല്ലം തമ്മിലുള്ള ബന്ധം എന്താണ്. അപ്പൊ കണ്ണൂരുള്ളവരോട് പോയി ചോദിച്ചാൽ അത് കൊല്ലം എന്താണ്. നല്ലൊരു അന്തർധാരയുണ്ട്. അപ്പൊ അവർക്ക് നല്ലപോലെ അറിയാം കൊല്ലം എന്താണ്. കാരണം ഞങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ആർക്കെങ്കിലും വേണ്ടി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ മരിച്ചങ്ങ് നിൽക്കും. അന്നിടല്ലേ. പക്ഷെ നിങ്ങള് ഞാൻ ക്ഷണിക്കുന്ന കണ്ണൂരൊക്കെ വന്നൊരു പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ബാൻഡ് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ മ്യൂസിക് ബാൻഡ് സ്വന്തമായിട്ടുണ്ടല്ലേ? എന്താ പേര്? എന്റെ ബാൻഡ് ഒരു ദിൽസെ മ്യൂസിക് ബാൻഡ്. ദിൽസെ. അതിനകത്ത് ഞങ്ങൾ ഹിന്ദി പേരിട്ടത് ദിൽസെ എന്ന് പറഞ്ഞ ഹൃദയത്തിൽ നിന്നും പറയാം എന്നുള്ളൊരു പേരിൽ ഞങ്ങൾ ഇട്ടതാ. അതിനകത്ത് ഞങ്ങളൊരു 7 പേരുണ്ട്. അതിനകത്ത് ഞങ്ങളെല്ലാവരോടും ചേർന്നിട്ട് ഒരു ദിവസം പേര് കണ്ടുപിടിക്കാൻ തന്നെ കുറെ നേരം എടുത്തു. അങ്ങനത്തെ പേരൊക്കെ ഇട്ടിട്ട് തുടങ്ങിയത് അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ ദിൽസെ മുജിസയെ വിളിച്ചിരിക്കും. ദിൽസെ മുജിസയല്ലേ? ദിൽസെ. ദിൽസെ എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ദിൽസെ ബാൻഡ്. ദിൽസെ ബാൻഡ്. അപ്പൊ ദിൽസെ ബാൻഡിനെ ബന്ധപ്പെടുക എല്ലാവരും എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും. ഞാൻ ഇത് കുറച്ച് നാളത്തേക്കൊന്ന് റെസ്റ്റ് എടുത്താണ്. എനിക്ക് തൊണ്ടയ്ക്ക് വിഷയമുള്ളതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് റെസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെ പ്രോഗ്രാമൊക്കെ ഇറങ്ങി എല്ലാവരും ഇങ്ങനെ റെഡിയായി വരുമായിരുന്നു. അപ്പോഴായിരുന്നു ഈ വീഡിയോ കൂടെ വൈറലായിരുന്നു. അതോടുകൂടി ഇപ്പം പേടിയാണ് പുറത്തോട്ട് പ്രോഗ്രാമൊക്കെ പോയിരിക്കാനായിട്ട്. ഇനി ഇടയ്ക്ക് ഇൻസ്റ്റയിൽ മെൻഷനും കൂടി ചെയ്യും ബാൻഡൊക്കെ. തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. അന്നേരം പിന്നെ കുറച്ചുകൂടി എന്താ പറയാ ആൾക്കാരിലേക്ക് എത്തുമല്ലോ. ഇപ്പം പൂർണ്ണമായിട്ടും ബാൻഡ് വർക്കുള്ളതുകൊണ്ട് വർക്കിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുള്ളത് കമ്പോസിംഗ് ആയിട്ട് ഇരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ബാൻഡ് പ്രോഗ്രാമിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് ബാക്കി എല്ലാവരും ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് കൈക്കുടം പോലെയൊക്കെ അങ്ങ് വരട്ടെ. വരണം. ഞാൻ എൻ്റെ ബാൻഡുമായിട്ട് ഒരുപാട് ഇതാവാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് വർക്കുകൾ ഒരുപാട് കമ്പോസിങ് പ്രോഗ്രാമിങ്ങുകൾ വർക്കുകൾ ഉള്ളതുകൊണ്ട് എനിക്ക് ബാൻഡിൽ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പം ഇങ്ങനെ ബാൻഡും വർക്കും പ്രോഗ്രാം എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കുക എല്ലാവരും. ഇപ്പം ബാൻഡിന് തന്നെ ദിൽസെ എന്നാണല്ലോ പേര് കൊടുത്തേക്കുന്നത്. നന്നായിട്ട് ഹിന്ദി പാട്ട് പാടാൻ പറ്റുന്ന ഒരു സൗണ്ടാണ്. എന്താ പറയാ, നല്ല രസമാണ്. മലയാളത്തിനേക്കാളും കൂടുതൽ ഒന്നുകൂടി ആപ്റ്റ് ആവുന്ന ഹിന്ദി സോങ് ആണ്. എൻ്റെ ബാൻഡിൽ ആക്ച്വലി ഞാനല്ല സിംഗർ, ഞാനായിരുന്നില്ല സിംഗർ. എൻ്റെ ബാൻഡിൽ വേറൊരു സിംഗറുണ്ട്. ഞാൻ ഗിറ്റാറിസ്റ്റായിട്ടാണ് എൻ്റെ ബാൻഡിലുള്ളത്, ബേസ് ഗിറ്റാറിസ്റ്റായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ സിംഗറായിട്ട് ഇറങ്ങേണ്ട അവസ്ഥയായി. അപ്പോൾ ഇനിയിപ്പോൾ ബാൻഡ് പ്രോഗ്രാമൊക്കെ ആയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും സിംഗറായിട്ട് തന്നെ ആയിരിക്കും ഇറങ്ങുന്നത്. ഹിന്ദി സോങ് എനിക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കണ്ട് മടുക്കാത്തൊരു പാട്ടായിരുന്നു. ആ പാട്ടൊന്ന് പാടിത്തേ. മാനാൻ ജാൻ ഹൈ തൂ മേരി വാസ്തേ, മാനാൻ ജാൻ ഹൂ मैं तेरी वास्ते, माना जान है तू मेरी वास्ते, माना जान हूँ मैं तेरी वास्ते, मैं तुझको जान लूँ तू मुझको जान ले, आ दिल के पास आ इस दिल के रास्ते, जो तेरा हाल है वो मेरा हाल है, इस हाल से हाल मिलाओ, ताल से ताल मिलाओ, ताल से ताल मिला. അതെനിക്ക് ഭയങ്കര ഒന്ന് കേൾക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു സോങ്. അതിൽ എല്ലാരും പറഞ്ഞിട്ട് വീഡിയോ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കമന്റ് വന്നു. അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ശരിക്കും പറഞ്ഞാൽ ആ പാട്ടിന്റെ ഒരു പെർഫെക്ഷൻ കൊണ്ടാണ് ആയിരിക്കാം. അങ്ങനെ കുറെ കമന്റ് വന്നു. ഞാൻ അങ്ങനെ ആ പാട്ടിന്റെ പെർഫെക്ഷനെ പറ്റി കുറെ കമന്റ് വന്നു. പിന്നീട് അത് ആണെന്ന് പറഞ്ഞിട്ട് കുറെ കമന്റുകൾ മെസ്സേജ് വന്നു. അപ്പോൾ
പിന്നീട് ഞാൻ വിചാരിച്ചു അതിൻ്റെ ട്യൂട്ടോറിയൽ ഇടാം, ഞാൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് ഞാൻ ഇടാന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെയുള്ളതിനൊന്നും മൈൻഡ് ചെയ്യാൻ വേണ്ട എന്ന് വെച്ചാൽ വീഡിയോ അല്ല 2-3 വീഡിയോ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാന്ന് തെളിയിക്കാൻ ഒരു കലാകാരന്റെ കഷ്ടപ്പാട് ഇത്രയും പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ആണോ എന്നാ ചോദിക്കുന്നത്. അതെ അതെ. അന്നേരം എനിക്ക് ഒത്തിരി വിഷമം തോന്നി. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളിരുന്ന് പാടിയിട്ട് ഒരുപാട് റീടേക്കുകളുണ്ട്. സ്റ്റുഡിയോ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് റെക്കോർഡ് ചെയ്യേണ്ട റീടേക്കുകളുണ്ട്. എങ്കിലും സ്വന്തമായിട്ട് നമ്മൾ പാടിയ സമയത്ത് അപ്പോൾ എനിക്ക് അതിൽ നിന്ന് 1-2 കാര്യങ്ങൾ മനസ്സിലായി. ഇനി വരുന്ന കാലത്ത് AI എന്ന് പറയുന്ന ഒരു യുഗം തന്നെ നമ്മളെ പേടിപ്പെടുത്തുന്നു ഭയങ്കരമായിട്ട്. നമ്മുടെ കുറേ കഷ്ടപ്പാടുകളെ നിസ്സാരവൽക്കരിക്കുന്നതായിട്ട് ഭയങ്കരമായിട്ടൊരു തോന്നല്. അപ്പം ഒരിക്കലും AI പെർഫെക്റ്റ് അല്ല, AI ആണ് പെർഫെക്റ്റ് അല്ലാത്തത്. അപ്പം മനുഷ്യൻ എപ്പോഴാന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് അതിന് പെർഫെക്ഷൻ വരിക. പക്ഷെ അത് AIക്ക് അതിന് ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് പേടി തോന്നി. ഇനി വരുന്നൊരു കാലത്ത് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് AI ആണെന്ന് പറഞ്ഞ് നമുക്ക് സാധ്യതകളെയും ചാൻസുകളെയും നഷ്ടപ്പെടുന്ന ഒരു കാലയളവ് ആവുമോ ഇനിയുള്ള. എതിർക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും ഞാനും. മനുഷ്യന്റെ കഴിവ് തന്നെയാണ് എപ്പോഴും. ഒരുപാട് പേർക്ക് ജോലി നഷ്ടാവും, അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ട് അതില്, ഭയങ്കരമായിട്ടുണ്ട്. നമുക്ക് ഈ കമ്പോസിങ് പ്രോഗ്രാമിംഗ് സൈറ്റിൽ നമുക്ക് മുൻപ് ഉപയോഗപ്പെടുന്ന ഒരുപാട് പ്ലഗിൻസുകൾ ഉണ്ടായിരുന്നു. ഇപ്പം പഴയ കമ്പോസിങ് സെഷനിൽ നിന്നൊക്കെ മാറി ഇങ്ങോട്ട് വന്നപ്പോൾ പ്ലഗിൻസുകളൊക്കെ ഒരുപാട് ഉപയോഗപ്പെട്ടു. ഇനി അങ്ങോട്ട് വരുന്ന കാലത്ത് AI ഒരു പാട്ട് എങ്ങനെ വേണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഒരു പാട്ട് വരുന്ന കാലത്ത് എത്തി. ഒരുപാട് പേർക്ക് ജോലി ഇല്ലാതാവും. ജോലിയേക്കാൾ ഉപരി നല്ല നല്ല ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഓരോ പാട്ടുകൾ ഉണ്ടല്ലോ. അതെ അതെ അതെ, അതാണ് ഞാനത് ജോലിയേക്കാൾ ഉപരി ഒരു സംഗീത സംവിധായകന്റെ അല്ലെങ്കിൽ എന്ത് ജോലിയാണോ അതിന്റെ ഒരു ഇമോഷനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നത്. നമ്മൾ ഇപ്പൊ തന്നെ ഞാനൊരു നിസ്സാരം കവർ ചെയ്തപ്പോൾ തന്നെ ഇതിന് ഇങ്ങനെയുള്ള കമന്റ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയോ നല്ല നല്ല സംഗീത സംവിധായകന്മാരെ ഇത് അലട്ടുന്നുണ്ടായിരിക്കും. അതെ അതെ, ഞാനങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി AI ടൂളുകൾക്ക് വേണ്ടിയൊക്കെ പാട്ടുകൾ ചെയ്യുന്ന പാട്ടുകൾ അവർക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ഏകദേശം ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും മ്യൂസീഷ്യന്മാർ ആവശ്യമില്ലാത്തൊരു കാലമായിരിക്കാം. എന്നാലും എപ്പോഴും നമ്മൾ ആ ഫീലിങ്സോട് കൂടി പാടുമ്പോഴാണല്ലോ അത് ആൾക്കാരിലേക്ക് കൂടുതൽ എത്താനും അവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അതെ, AI-യിൽ നിന്ന് വരുന്ന ഒരു അൽഗോരിതത്തിന് ഇത്ര ഒരു ഔട്ടേ കാണുകയുള്ളൂ. പക്ഷെ മനുഷ്യൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സംഗീത സംവിധായകനായ ഒരു ഹ്യൂമൻ ചെയ്യുന്നത് അത്രയും പെർഫെക്ഷൻ എങ്ങനെയൊക്കെ നോക്കിയാലും അതെ അതെ അതെ, അതിന് എത്ര AI കൊണ്ട് നോക്കിയെന്ന് പറഞ്ഞാലും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ ആകട്ടെ, അതിനപ്പുറത്തെ കണ്ടുപിടുത്തങ്ങൾ വരുമായിരിക്കും. അതെ, കണ്ടുപിടുത്തം വന്നാലും ഇങ്ങനെയുള്ള മേഖലകളിലൊന്നും അത് കൈകടത്താതിരിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ കൈകടത്തുക എന്നുള്ളതല്ല. ഒത്തിരി പേർക്ക് അത് ആരും പുറത്ത് പറയുന്നില്ല യഥാർത്ഥത്തിൽ AI എന്ന് പറഞ്ഞൊരു സംഭവം. അത് തന്നെ 3 വട്ടമൊക്കെ ആ വീഡിയോ ഇട്ടിട്ട് ഞാൻ കണ്ടു ഇത് AI അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിട്ട്. അതൊരു വലിയൊരു നമുക്ക് ഒരു വിഷമവും വരും. പിന്നെ അതുപോലെ എനിക്ക് ഞാൻ ചെയ്ത കമ്പോസ് ചെയ്ത ഒരു പാട്ട് തന്നെ എൻ്റെ ഒരു സുഹൃത്ത് AI ടൂൾ ഉപയോഗിച്ചിട്ട് വേറെ രീതിയിലാക്കിയിട്ട് എന്നെ കേൾപ്പിച്ചു. ഈ പാട്ട് വേറെ രീതിയിൽ. അപ്പൊ അങ്ങനെ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി വിഷമം വന്നു. മീൻസ് നമ്മളൊരു പണ്ട് കവർ ചെയ്തായിരുന്നു വേറെ രൂപത്തിലാക്കുന്ന വേറൊരാൾ. ഇതിപ്പോ AI ഉപയോഗിച്ച് പല രീതിയിൽ ഒരു പാട്ട് തന്നെ കേൾപ്പിച്ചിട്ട് ഇങ്ങോട്ട് കേൾപ്പിക്കുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചത് ഇനി കുറച്ചാളോട് കഴിഞ്ഞ ഇനി AI യുഗമാണ്. അപ്പൊ ഇപ്പൊ ഇനിയുള്ളൊരു മ്യൂസിക് കമ്പോസർക്ക് അങ്ങോട്ട് എത്രമാത്രം സാധ്യത ഉണ്ട് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. എന്തായാലും സത്യം അത് അതിനോട്ട് പേടിക്കണം ഇനി അങ്ങോട്ട്. അപ്പൊ ഹിന്ദി സോങ് പാടാൻ കൂടുതൽ ഇഷ്ടമാണോ? അല്ല, ഞാൻ തമിഴ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണ്. മലയാളം സോങ്ങിനേക്കാൾ തമിഴ് ഒന്ന് നന്നായിട്ട് പാടിയല്ലോ, അതേതായിരുന്നു? നദിയേ നദിയേ കാതൽ നദിയേ നീയും പെൺതാനേ அடி நீயும் பெண் தானே ஒன்றால் இரண்டால் காரணம் 100 கேட்டால் ரசித்தேனே அது கேட்டால் ரசித்தேனே திம் தனனா திம் தனனா திம் தனனா திம் தனனா திம் தனனா திம் தனனா திரனா dim tanana dim tanana dim tanana dim tanana dim tanana dim tanana dirana. തമിഴ് സോങ് എല്ലാം ഇങ്ങനെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുമോ സോങ് ഒക്കെ?
അത് ഭയങ്കര പാടുള്ള പരിപാടിയാണ്. പാട്ട് പഠിക്കുക എന്നുള്ളത് ലിറിക്സ് പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിനല്ല എനിക്ക് വല്ലതും അറിവുണ്ടെന്ന് വിചാരിക്കും. മറവിയൊന്നുമില്ല. അപ്പൊ നമുക്കിത് കണ്ട എന്നും നിന്നെ പൂജിക്കും ആഷറും ടീമിനും നമുക്കൊരു സൂപ്പർ പാട്ട് കൊടുത്താലോ? വാഴയിലെ കൊടുക്കാം. ഒന്ന് കൊടുക്കോ? തീർച്ചയായിട്ടും. അപ്പൊ ആഷറും ടീം ഇപ്പൊ സെറ്റായി നിക്കുവാണല്ലോ, ഭയങ്കര സ്റ്റാർസ് ആയിട്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഒരു വാഴയിലെ പാട്ട് തന്നെ കൊടുക്കാം. അവരുടെ തെറ്റിച്ച പാട്ട് ശരിയാക്കി കൊടുത്തു, ഇനി അവർക്ക് വേണ്ടി ഒരു സ്പോൺസർ. അവർ ഹിറ്റായി നിൽക്കുന്ന പാട്ട് തന്നെ കൊടുക്കാം. പെറ്റു വീണു മണ്ണിലായി, പെറ്റുപോയി കൂട്ടിലായി, ഉള്ളിലാകെ നീറ്റലായി, മെല്ലെ പോണു പൊന്നുപായി. പെറ്റു വീണു മണ്ണിലായി, പെറ്റുപോയി കൂട്ടിലായി, ഉള്ളിലാകെ നീറ്റലായി, മെല്ലെ പോണു പൊന്നുപായി. കൊണ്ടിരുത്തിയ നങ്കനവാടി ഞാൻ പറഞ്ഞു ആഹാ ഈ ഞാനോലയിലൂതും പീപ്പി, താഴത്തോട്ടിൽ നെടുമീൻ തപ്പി. തലവരയില്ലാത്തോന പണ്ടേ ഞാനൊരു വാഴ, ഗുണം പിടിക്കാത്തൊരു മോന പണ്ടേ ഞാനൊരു വാഴ. തലവരയില്ലാത്തോന പണ്ടേ ഞാനൊരു വാഴ, ഗുണം പിടിക്കാത്തൊരു മോന പണ്ടേ ഞാനൊരു വാഴ. ഞാനില്ല താളം പിടിക്കാൻ പറഞ്ഞു, അതിൽ ആസ്വദിച്ചിട്ട് മറന്നുപോയി. നൈസായിട്ടുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും കേട്ട് പരിചയമുള്ള നേരത്തെ പറഞ്ഞ ബൊമ്മാലെ സോങ്ങും ഒക്കെയാണ്. വാഴയിലെ പാട്ട് ആരും വലുതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. ഇത് പക്ഷെ തലവര ഇല്ലാത്തവൻ ആ ലൈനാണ് നമ്മൾ അധികം ശ്രദ്ധിക്കുന്നത്. അതിന് മുന്നിലത്തെ വരി അങ്ങനെ പെട്ടെന്ന് പാടാറില്ല അധികം പേര്. വാഴയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ട്. പക്ഷെ അതിൽ ആ തലവര ഇല്ലാത്തവനാന്ന് വരുമ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയാ, അതിലെ ഹിറ്റ് പാട്ട് തന്നെയാണ്, പക്ഷെ ആ ലൈനേ ഹിറ്റ് ആയിട്ടുള്ളൂ. അതെ അതെ, ഗിറ്റാറും കൂടെ വന്നതുകൊണ്ട്, ആ ഗിറ്റാറും കൂടി വരുമ്പോഴേ നന്നായിട്ടുണ്ട്. നല്ല വാഴ. വേറെ ഏതെങ്കിലും വാഴയിലെ പാടണമെന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നോ? വാഴയിലെ വേറെ പാട്ടുകളൊന്നും. ഇതാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. വാഴയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇതാ, തലവരയില്ലാത്തവന. ബാക്കി എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ എല്ലാവരും പാടി കിടക്കുന്ന മറ്റു പാട്ടുകൾ. പക്ഷെ വാഴക്കൊരു എന്താ പറയാ, ഒരു ഹൈലൈറ്റ് കൊടുക്കുന്ന സോങ് ഇതാണ്. അതെ, തലവരയില്ലാത്തവന. എന്നാ അത് ആരും ശ്രദ്ധിക്കുന്നില്ല ഈ പാട്ട്. സൈഡിൽ കൂടെ ഇങ്ങനെ വന്നു പോവാ പടത്തിൽ. പണ്ടേ ഞാനൊരു വാഴ എന്ന് പറയുമ്പോൾ, പക്ഷെ ആ സിനിമയുടെ ആ ഒരു പേര് തന്നെ വരുന്നൊരു സോങ്. അതെ അതെ. അപ്പോ ഇനി എന്താ ഭാവി പരിപാടികളൊക്കെ? ഭാവി പരിപാടി സിനിമ, കമ്പോസിങ്, പിന്നെ ലൈവ് ഷോസ്, ഇതൊക്കെ തന്നെ. അപ്പോൾ പുതിയൊരു പടത്തിൻ്റെ വർക്ക് നടന്നിട്ടിരിക്കുകയാണ്. അതിൻ്റെ പാട്ടിൻ്റെ കമ്പോസിങ് ടൈമിലാണ്. അപ്പോൾ ബാക്കിയൊക്കെ പുറകാലം പുറത്ത് വിടാം. എല്ലാവരും ഈ പാട്ട് കാണാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ളതാണ്. ഇനി എല്ലാവരും കൂടുതലായിട്ട് അയച്ചു തന്നോളൂ. ഓക്കെ. അപ്പോൾ നമുക്കിനി ഒരു പാട്ട് പാടിയിട്ട് ഈ പരിപാടി എന്ന് അവസാനിപ്പിക്കാം. ഗിറ്റാർ വായിച്ചോ? ഞാൻ വായിച്ചു തരാം. ഞാൻ വെറുതെ ഒന്ന് മൂളാം. ഓക്കെ. നേരത്തെ പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു ആഗ്രഹമല്ലേ, നമുക്കങ്ങ് സഹായിച്ചു തരുന്നത്. നമുക്ക് പറ്റുന്നതാണ് അങ്ങ് സഹായിക്കുക. അതെ. ഞാൻ അനുവിനൊരു ചലഞ്ച് തരികയാണ്, അത് ഏറ്റെടുക്കാൻ റെഡിയാണോ? ഓക്കെ. എന്താ? ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് പാടിത്തരും. അതില് പോരായ്മകളൊക്കെ മാറ്റിയിട്ട്, എന്തായാലും പോരായ്മ ഉണ്ടാവും, ഞാനാണല്ലോ പാടുന്നത്. അതൊന്ന് മാറ്റിയിട്ടൊന്ന് ഗിത്താർ കൊണ്ട് അതൊന്ന് സെറ്റ് ചെയ്ത് തരാമോ? പാടട്ടെ. നിന്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ, എന്നിൽ നിന്നും പറന്നകന്നൊരു ജീവചൈതന്യമേ, ആയിരം കണ്ണുമാർ കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. ഇത് ശരിയാക്കി തരണേ. ഇത് ശരിയാക്കി തരണം. ഞാനില്ല ബാക്കി ആലോചിക്കായിരുന്നു. ഇത്രയും പക്ഷെ എനിക്ക് ഓർമ്മയുള്ളൂ. ഇതൊന്ന് ശരിയാക്കിയിട്ട് ഗിറ്റാർ വായിച്ച് എനിക്ക് സെറ്റപ്പ് ആക്കി തരുമോ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പാടാത്തവർക്കും നല്ല സൂപ്പർ ആയിട്ട് പാടാൻ പറ്റുന്നു. ഈ ഗിത്താറിന്റെ ഒരു മാസ്മരികതയിലൂടെ ശരിയാക്കി തരാം. അതൊരു ചലഞ്ചാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. നിന്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ, എന്നിൽ നിന്നും പറന്നകന്നൊരു ജീവചൈതന്യമേ,
എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലത്തേൻ കിളി, പൈങ്കിളി മലത്തേൻ കിളി. അപ്പോൾ ഇനി എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത കുറെ പേരുണ്ടല്ലോ ഫോളോവേഴ്സ്. തീർച്ചയായിട്ടും എൻ്റെ ഫോളോവേഴ്സിലും കമൻറ്റിലൊക്കെ എന്നെ സ്ഥിരം ഫോളോ ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. കാരണം അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് റീലൊക്കെ ഒത്തിരി റീച്ച് ആയത്. അവർക്കൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ ഇനിയും കൂടെ ഉണ്ടാവണം മെയിനായിട്ട്. പിന്നെ അപ്പൊ എനിക്കും ഈ ഇന്റർവ്യൂവിലൂടെ പാടാൻ ഒരു വേദി തന്നതിൽ, ഒരു അവസരം തന്നതിൽ ഒരുപാട് താങ്ക് യു. ഓഡിയൻസും എന്നോട് ക്ഷമിക്കണം. ഞാൻ ഈ ഒരു ഇന്റർവ്യൂ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയാണ് ഇത്രയും പാടിയത്. നിങ്ങൾ എന്നെ സഹിച്ചത് ഒരുപാട് നന്ദി. അപ്പോൾ താങ്ക് യു. താങ്ക് യു.